പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കെ-സ്മാർട്ടിൽ പ്രോപ്പർട്ടി എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് വിവരിക്കുന്നത്. വീടിന്റെയോ സ്ഥാപനത്തിന്റെയോ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള സേവനങ്ങൾക്ക് ഇനി കെ-സ്മാർട്ടിൽ നമ്മുടെ പ്രോപ്പർട്ടി ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. കെ-സ്മാർട്ടിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേറ്റിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ സ്ഥാപനം അല്ലെങ്കിൽ വീട് കെ-സ്മാർട്ടിൽ ആഡ് ചെയ്യാനായി കെ-സ്മാർട്ടിൽ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. കെ-സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കായി രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ലോഗിൻ ചെയ്തതിനു ശേഷം മൈ ആപ്ലിക്കേഷനിൽ പോകുക. തുടർന്ന് ഇടതുഭാഗത്തായി കാണുന്ന പ്രോപ്പർട്ടി ടാക്സിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ബിൽഡിംഗിൽ പോയി സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രോപ്പർട്ടി ലിങ്ക് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. തുടർന്ന് ലിങ്ക് ചെയ്യാനായി ലിങ്ക് ബിൽഡിംഗിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം ജില്ല സെലക്ട് ചെയ്തു കൊടുക്കുക. പിന്നീട് ലോക്കൽ ബോഡി, മുനിസിപ്പാലിറ്റി, കോർപ്പറേറ്റ്, ഗ്രാമപഞ്ചായത്ത് ഇവയിൽ ഏതാണോ അത് കൊടുക്കുക. ഞാൻ ഇവിടെ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യുന്നു. തുടർന്ന് ഏത് പഞ്ചായത്താണോ അത് സെലക്ട് ചെയ്യുക. തുടർന്ന് വാർഡ് സെലക്ട് ചെയ്തു കൊടുക്കുക. പിന്നീട് സെർച്ച് ബൈയിൽ സാധാരണ ടൂർ നമ്പർ ഉപയോഗിക്കുന്നതിനാൽ ടൂർ നമ്പർ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുക. തുടർന്ന് ടൂർ നമ്പർ ഇവിടെ നൽകുക. സബ് നമ്പർ ഉണ്ടെങ്കിൽ അതും നൽകി സെർച്ച് ചെയ്യുക. തുടർന്ന് താഴെ നമ്മൾ സെർച്ച് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാണാവുന്നതാണ്. ഇവിടെ ലോക്കൽ ബോഡി, വാർഡ് പേരും നമ്പരും, വീട്ടുടമയുടെ പേര്, അഡ്രസ് പിന്നെ സ്റ്റാറ്റസും കാണിക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ കൂടുതൽ വിവരങ്ങളും കാണാം. ടോട്ടൽ ഏരിയ, വാർഷിക നികുതി എത്രയാണ് എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നീട് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്താൽ ഓണർ പ്രൊഫൈലിൽ പോകുകയും ഇവിടെ മൊബൈൽ നമ്പർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മൾ സെർച്ച് ചെയ്ത വീടിന്റെ ഓണറുടെ ഫോട്ടോയും ആധാർ നമ്പരും കാണിക്കുന്നതാണ്. ഇവിടെ വേണമെങ്കിൽ ഇമെയിൽ അഡ്രസ് നൽകി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. തുടർന്ന് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഡോക്യുമെന്റ് ഓപ്ഷൻ തുറന്നു വരുന്നതാണ്. ഡോക്യുമെന്റ്സിൽ ബിൽഡിംഗ് ഓണറുടെ പേര് കാണിക്കുന്നുണ്ട്. ഡോക്യുമെന്റ് അപ്ലോഡിൽ ഓൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഓപ്ഷൻ മാത്രമാണുള്ളത്. എന്നാൽ ഇവിടെ പറയുന്നത് ഓണറിന്റെ പേരും ഡോക്യുമെന്റിലുള്ള പേരും ഒന്നാണെങ്കിൽ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല എന്നാണ്. എനിക്കിവിടെ അപ്ലോഡ് ചെയ്യാനില്ലാത്തതിനാൽ പ്രിവ്യൂവിൽ പോകുന്നു. പ്രിവ്യൂവിൽ പോയി വിവരങ്ങളൊക്കെ കൃത്യമാണോ എന്ന് നോക്കാവുന്നതാണ്. തുടർന്ന് ഡിക്ലറേഷനിൽ ഈ കാണുന്ന ടിക്ക് ബോക്സിൽ ടിക്ക് കൊടുത്ത് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് സേവഡ് സക്സസ്ഫുള്ളി എന്നു കാണിക്കുന്നുണ്ട്. തുടർന്ന് ഗെറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. OTP സെൻഡ് ചെയ്തതായി നോട്ടിഫിക്കേഷൻ വരികയും OTP ലഭിക്കുകയും ചെയ്യുന്നതാണ്. OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വെരിഫൈഡ് എന്നു കാണിക്കുന്നതാണ്. തുടർന്ന് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇങ്ങനെ ഒരു പോപ്പ് വിൻഡോ വരികയും നിങ്ങളുടെ ബിൽഡിംഗ് ഇന്ന പഞ്ചായത്തിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നും കാണിക്കുന്നതാണ്. കൂടെ റെഫറൻസ് നമ്പരും കാണാവുന്നതാണ്. മോർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്താൽ അക്നോളജ്മെന്റ് പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷനും കൂടി കാണുന്നതാണ്. തുടർന്ന് ഓക്കെ കൊടുക്കുക. മെയിൻ പേജിലേക്ക് തിരികെ വന്നാൽ മൈ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇടതുഭാഗത്തായി പ്രോപ്പർട്ടി ടാക്സിൽ 1 എന്നു കാണിക്കുന്നുണ്ട്. ഇവിടെ ലിങ്ക് ബിൽഡിംഗ് അപ്ലൈഡ് എന്നും കാണിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നേരത്തെ ഫിൽ ചെയ്ത വിവരങ്ങൾ കാണാവുന്നതാണ്. താഴോട്ട് പോയാൽ ഇവിടെയും പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലിങ്ക് ചെയ്തതിന്റെ സ്റ്റാറ്റസും കാണാവുന്നതാണ്. പിന്നീട് അപ്രൂവലായാൽ ഇവിടെ അപ്രൂവ്ഡ് എന്നും കാണിക്കുന്നതാണ്. പ്രോപ്പർട്ടി ലിങ്ക് ആയിക്കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.